ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൊഡ്യൂൾ 1 വരുന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഏതൊക്കെ പാർട്സാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ മൊഡ്യൂൾ 1 മറന്നിട്ടുള്ളതെന്നൊന്ന് നോക്കിയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ മൊഡ്യൂൾ 1 ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഓടിച്ച് എല്ലാവരും കേട്ട് നോക്കുക. വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. കുറച്ചുകൂടെ ലെവൽ, അതായത് ഡിഫിക്കൽട്ട് ലെവൽ കൂടി നമ്മൾ നെക്സ്റ്റ് ടൈം ചെയ്യാം കേട്ടോ. So what is the general formula of carbohydrates? Carbohydrates in the general formula എന്താണ്? CnH2O എന്നാണ് അല്ലേ? CnH2O എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനില്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ നോക്കിയാൽ CnH2nOn, അതും എന്തിന് സിമിലർ ആണ്? നമ്മൾ പഠിച്ചിരിക്കുന്ന CnH2n സെയിം തന്നെയാണ്, സിമിലർ ആണ്. അപ്പോൾ അതായിരിക്കും കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണോസാക്രൈഡ്? നമ്മൾ ഒരുപാട് മോണോസാക്രൈഡ് പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ ഫ്രക്ടോസ് അല്ലേ, അതുപോലെ തന്നെ പോളിസാക്രൈഡ്സ് പഠിച്ചിട്ടുണ്ട്, ഡൈസാക്രൈഡ് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ഇവിടെ എന്താണ് നമുക്ക് കാണുന്ന ഓപ്ഷൻ നോക്കാം. സ്റ്റാർച്ച് എന്താണ്? ഒരു പോളിസാക്രൈഡ് ആണ്. സൂക്രോസ് എന്താണ്? ഒരു ഡൈസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസോ ഒരു മോണോസാക്രൈഡ് ആണ്. സെല്ലുലോസ് ആണെങ്കിൽ ഒരു പോളിസാക്രൈഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ സൂക്രോസും സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇതിൻ്റെ ഒക്കെ എന്താണ് മോണോസാക്രൈഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് ലിങ്കേജിലൂടെയാണ് α14, β14, β16 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ലിങ്കേജ് വഴിയാണ് ഇവർ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇന്നത്തോടു കൂടി നിങ്ങൾ മൊഡ്യൂൾ 1 റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, വിച്ച് കാർബോഹൈഡ്രേറ്റ് സെർവ്സ് ആസ് ദ മെയിൻ എനർജി സോഴ്സ് ഓഫ് ദ ബോഡി? നമുക്കറിയാം ഗ്ലൂക്കോസ് ആണ് മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലുലോസ് ആണ്. ഏത് കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ആണ്. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ഇൻ സലൈവ? കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ആരാണ്? അമൈലേസ് ആണ് അല്ലേ. അപ്പോൾ സലൈവയിനകത്താണെങ്കിൽ സലൈവറി അമൈലേസ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി. പെപ്സിൻ, ലിപ്പേസ്, ട്രിപ്സിനൊക്കെ ഉണ്ട്. ഈ പെപ്സിനും അതുപോലെ തന്നെ ട്രിപ്സിനും ഏതിൻ്റെ കേസിലാണ്? പ്രോട്ടീൻ്റെ ഡൈജഷൻ്റെ കേസിലാണ്. നമ്മൾ എൻസൈംസിൻ്റെ ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മിക്കവാറും എൻസൈംസ് എന്തായിരിക്കും? എയ്സ് എന്ന് പറയുന്ന സഫിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഇൻ എന്ന് പറയുന്ന സഫിക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഓപ്ഷൻസ് നോക്കി. അമൈലേസ്, പെപ്സിൻ, ലിപ്പേസ്, ട്രിപ്സിൻ, രണ്ട് എൻസൈംസിൻ്റെ നെയിംസ് എയ്സ് എന്ന് പറയുന്ന ASCയിലാണ് അവസാനിക്കുന്നത്, മറ്റുള്ളത് INലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻസൈംസിൻ്റെ കാര്യങ്ങളും കൂടി ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് അതിലൂടെ തന്നെ നോക്കി പോവാം. നെക്സ്റ്റ്, ലാക്ടോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് വിച്ച് 2 മോണോസാക്രൈഡ്സ്? ലാക്ടോസിനകത്തുള്ള 2 മോണോസാക്രൈഡ്സ് ഏതാണ്? ലാക്ടോസ് മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്ന ഒരു ഡൈസാക്രൈഡ് ആണ്. അതിൻ്റെ മോണോസാക്രൈഡ്സ് ആണ് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഗാലക്ടോസും. എന്താണ്? ഗ്ലൂക്കോസും ഗാലക്ടോസും. മറ്റുള്ള ഓപ്ഷൻസ് നോക്കിയേ. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ഏത് ഡൈസാക്രൈഡിലാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും വരുന്നുള്ളത്? ഒന്ന് ഓർത്ത് നോക്കിയേ. അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഓപ്ഷൻ ഡി, അത് ഏതിനകത്താണ് വരുന്നുള്ളത്? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. വിച്ച് പോളിസാക്രൈഡ് ഈസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ലിവർ ആൻഡ് മസിൽസ്? അപ്പോൾ ഹ്യൂമൻ ലിവറിലും മസിൽസിലും കാണപ്പെടുന്നത് ഏത് പോളിസാക്രൈഡാണ്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് സ്റ്റാർച്ച്, സെല്ലോസ്, ഗ്ലൈക്കോജൻ, കൈറ്റിൻ അല്ലേ, ഇത് 4 എന്താണ്? പോളിസാക്രൈഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് ഹോമോ പോളിസാക്രൈഡ്, ഏതൊക്കെയാണ് ഹെറ്ററോ പോളിസാക്രൈഡ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഹ്യൂമൻ ലിവറിലും മസിൽസിലും കാണപ്പെടുന്ന ഏതാണ്? ഗ്ലൈക്കോജൻ ആണ് അല്ലേ. സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ആണല്ലേ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ റിസർവ് ഫോം ആണ്. അതെവിടെയാണ് കാണപ്പെടുക? നമ്മുടെ ലിവറിലും മസിൽ സെൽസിലൊക്കെയാണ് കാണപ്പെടുക. ഏതാണ്? ഗ്ലൈക്കോജൻ. വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് ലാക്ടോസ് ഇൻടോളറൻസ്? നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന വേർഡ് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നതിനുള്ള മെയിൻ കാരണം എന്താണ്? നമ്മുടെ ലാക്ടോസിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ള എൻസൈം നമ്മുടെ ബോഡിക്കകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നുള്ളത്. അപ്പോൾ ലാക്ടോസിനെ ഡീഗ്രേഡ് ചെയ്യുന്നുള്ള എൻസൈം ഏതാണ്? ലാക്ടേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ലാക്ടോസ് ഇൻടോളറൻസ് കോസ് ചെയ്യുന്നത്. വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഡിസോർഡർ? കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം ഡിസോർഡർ മൂലം ഉണ്ടാകുന്നുള്ള ഡിസീസ് ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് അല്ലേ, ഡയബറ്റിസ് മെലിറ്റസ്. ബാക്കിയുള്ള നമ്മുടെ സ്കർവി ആയാലും റിക്കറ്റ്സ് ആയാലും ബെറിബറി ആയാലും ഇതൊക്കെ എന്താണ്? വൈറ്റമിൻ ഡിഫിഷ്യൻസി മൂലം വരുന്നുള്ളതാണ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഏതിൻ്റെ ഡിസോർഡർ മൂലം വരുന്നത്? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഡിസോർഡർ കാരണം ഉണ്ടാകുന്നുള്ള ഡിസീസ്. അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപ്പിഡസും രണ്ടാണെന്ന് കൂടി ഇവിടെ ഓർത്ത് വെക്കുക.
വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ബോഡി? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ് മെയിനായിട്ട് എനർജി ആണ് അവർ, എനർജി സ്റ്റോറേജും അതുപോലെ തന്നെ എനർജി സപ്ലൈ ആണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ സപ്പോർട്ട് ആരാണ്? പ്രോട്ടീൻസ് ആണ്. ഹോർമോൺ പ്രൊഡക്ഷൻ്റെ കേസിൽ ആരാ വരുന്നുള്ളത്? പ്രോട്ടീൻസ് ആണ്. ഇമ്മ്യൂൺ റെസ്പോൺസും ആരാണ്? പ്രോട്ടീൻസ് തന്നെയാണ് അല്ലേ. പിന്നെ ഏത് മാക്രോ മോളിക്യൂൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റിനാണ് എനർജി സ്റ്റോറേജും സപ്ലൈയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ? അപ്പോൾ റെഡ്യൂസിങ് ഷുഗർ എന്താണ്, നോൺ റെഡ്യൂസിങ് ഷുഗർ എന്താണ്, അതിൻ്റെ കറക്റ്റ് എക്സാമ്പിൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. സൂക്രോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, സെല്ലോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്യാം? സ്റ്റാർച്ചും സെല്ലോസും കട്ട് ചെയ്യാം. പിന്നെ വരുന്നുള്ള റെഡ്യൂസിങ് ഷുഗറായിട്ട് വരുന്നത് ലാക്ടോസ് ആണ്. സൂക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ആണ്. അതുപോലെ തന്നെ ലാക്ടോസിൻ്റെ കൂടെ ആരെ കൂടി പഠിക്കണം? മാൾട്ടോസ് കൂടി പഠിക്കണം റെഡ്യൂസിങ് ഷുഗറായിട്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് വിച്ച് മോണോമേഴ്സ്? പ്രോട്ടീൻസിൻ്റെ മോണോമേഴ്സ് ഏതാണ്? എന്താണ്? അമിനോ ആസിഡ്സ് ആണ്. ഏത് ലിങ്കേജ് വഴിയാണ് അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട്സ്. വാട്ട് ടൈപ്പ് ഓഫ് ലിങ്ക്സ് ഇൻ അമിനോ ആസിഡ്സ് ഈസ് പ്രസൻറ്റ് ഇൻ പ്രോട്ടീൻസ്? ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഏതിൻ്റെ കേസിലാണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിലാണ്. അവിടെ ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഞാൻ പറഞ്ഞു ആ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനകത്ത് തന്നെ ആൽഫ 1,4 ബീറ്റ 1,4 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ലിങ്കേജസ് ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓരോ കാർബോഹൈഡ്രേറ്റിൻ്റെയും സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എസെൻഷ്യൽ അമിനോ ആസിഡ്? അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ 10 അല്ലേ, 10 അല്ലേ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ടുള്ളത്. അപ്പോൾ എച്ച് വിട്ടാൽ LMP എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. HVITTAL HVITTAL LMP അങ്ങനെ 10 ഉള്ളത്. അതിനകത്ത് 2 എന്താണ്? സെമി എസെൻഷ്യൽ ആണ്. ഓക്കെ, 2 സെമി എസെൻഷ്യൽ ആണ്. അപ്പോൾ എച്ച് വിട്ടാൽ LMP ആണ് എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഗ്ലൈസിൻ ഉണ്ട്, പ്രോലിൻ ഉണ്ട്, അലനിൻ ഉണ്ട്, വാലിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? വാലിനാണ് ഏതായിട്ട് വരുന്നുള്ളത്? എസെൻഷ്യൽ അമിനോ ആസിഡായിട്ട് വരുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എച്ച് വിട്ടാൽ LMP എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് എച്ച് ഹിസ്റ്റഡിനാണ്, വി വാലിനാണ്, ഐസോലൂസിനാണ്. എച്ച് വിട്ടാൽ T ട്രിപ്റ്റോഫാനും അതുപോലെ തന്നെ ടൈറോസിനും. ഏതായിരുന്നു? അലനിൻ അല്ല അല്ലേ, ഏതായിരുന്നു? ആർജിനിനാണ്. പിന്നെ എച്ച് വിട്ടാൽ ല്യൂസിനാണ്, LMP എഗെയിൻ വരുന്നുണ്ട്. അതേതായിരുന്നു? ല്യൂസിൻ, ലൈസിൻ. ഓക്കെ, മെത്തിയോണിൻ അതുപോലെ തന്നെ ഫീനൈൽ അലനിൻ. അതാണ് എസെൻഷ്യൽ അമിനോ ആസിഡായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വാലിനാണ് ഇവിടെ എസെൻഷ്യൽ. ഗ്ലൈസിന് G അതിനകത്ത്, എച്ച് വിട്ടാൽ LMPനകത്ത് G വരുന്നില്ല. പിന്നെ A വരുന്നുള്ളത് ആർജിനിനാണ്. പിന്നെ P വരുന്നുള്ളത് ഫീനൈൽ അലനിനാണ്, പ്രോലിൻ അല്ല. നെക്സ്റ്റ്, ക്വാഷിയോർക്കർ ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ്. ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് പ്രോട്ടീൻസിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നുള്ള ഒരു ഡിസീസാണ്. എന്താണ്? ക്വാഷിയോർക്കർ ഒരു കണ്ടീഷനാണത്. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ ബോഡി? പ്രോട്ടീൻസിൻ്റെ പ്രൈമറി റോൾ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ റോൾ തന്നെയാണ് എന്താണ്? ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. എൻസൈംസ് പ്രോട്ടീൻസ് ആണ്, അങ്ങനെ പലതരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ പ്രൈമറി റോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ റോളാണ് അല്ലെ. സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഫങ്ഷണൽ റോൾസ് ഒക്കെ ആണ് ഇവരുടെ പ്രൈമറി റോൾ. ഓക്കെ, പ്രൈമറി റോൾ. നെക്സ്റ്റ് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് ആർ ഇൻസൊല്യൂബിൾ ഇൻ. ലിപ്പിഡ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? അവർ വാട്ടറിൽ സൊല്യൂബിൾ അല്ല, എന്നാൽ മറ്റുള്ള എന്താണ്? ഓർഗാനിക് സോൾവൻസിൽ സൊല്യൂബിൾ ആണ്. ദ മേജർ സ്റ്റോറേജ് ഫോം ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ബോഡി. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കേസിൽ പറഞ്ഞു ഗ്ലൈക്കോജൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ലിപ്പിഡ്സിൻ്റെ കേസിൽ അത് ഏത് ഫോമിലാണ് നമ്മുടെ ബോഡിയിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഫോസ്ഫോലിപ്പിഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്, സ്റ്റിറോയിഡ്സ്, കൊളസ്ട്രോൾ. ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിനകത്ത് ഈ ലിപ്പിഡ്സ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ലിപ്പിഡ്സിൻ്റെ ഡൈജഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ട്രൈഗ്ലിസറൈഡ്സ്. ആ ട്രൈഗ്ലിസറൈഡ്സ് ആണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വിച്ച് വൈറ്റമിൻ ഈസ് ഫാറ്റ് സൊല്യൂബിൾ? അപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ADEK, അഡക്. ഇതാണ് ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? D കാണാൻ പറ്റുന്നുണ്ട്. അതാണ് കറക്റ്റ്. ഓക്കെ, വിറ്റാമിൻ H എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി കോംപ്ലക്സിൽ വരുന്നുള്ള ഒരു വൈറ്റമിൻ അറിയപ്പെടുന്നുള്ള മറ്റൊരു പേരാണ് വൈറ്റമിൻ H എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻ C ഡെഫിഷ്യൻസി കോസസ്. വൈറ്റമിൻ C ഡെഫിഷ്യൻസി എന്താ കോസ് ചെയ്യുന്നുള്ളത്? സ്കർവിയാണ്. വൈറ്റമിൻ D ആണ് റിക്കറ്റ്സ്. വൈറ്റമിൻ B1 ആണ് ബെറിബെറി. വൈറ്റമിൻ B എന്ന് ചോദിച്ചാൽ നമുക്ക് ബെറിബെറി എഴുതാൻ തോന്നുന്നു. മുന്നത്തെ ഒരുപാട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ LD ക്ലർക്ക് പോലുള്ള എക്സാംസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് വിറ്റാമിൻ A ആണ്. അതൊക്കെ അറിയാവുന്നുണ്ടാവല്ലോ അല്ലേ. വിച്ച് മിനറൽ ഈസ് എസെൻഷ്യൽ ഫോർ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ?
ഹീമോഗ്ലോബിനകത്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടിരിക്കുന്നത് ഏതാണ്? അയൺ ആണ് അല്ലേ? അയൺ. എൻസൈംസ് ആണ്. ഈ എൻസൈംസിനെ കുറിച്ച് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ സാനിറ്ററി കെമിസ്ട്രിൻ്റെ എൻസൈമോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പോയാൽ മതി കേട്ടോ. ഞാൻ അവിടെ MCQs ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കാം. എൻസൈംസ് ആക്ട്സ് ആസ്. എൻസൈംസ് എന്താണ്? കാറ്റലിസ്റ്റ് ആണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയും അല്ലേ. വിച്ച് ഫാക്ടർ അഫക്ട്സ് എൻസൈം ആക്ടിവിറ്റി? ഇതിനകത്ത് ടെമ്പറേച്ചർ ആണോ, pH ആണോ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണോ, അതോ ഓൾ ദ എബോ ആണോ? നമ്മൾ പഠിച്ചു ഫാക്ടേഴ്സ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, pH എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും നമ്മുടെ എൻസൈം ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിക് ആസിഡ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ DNA ഈസ് കമ്പോസ്ഡ് ഓഫ്. DNAനകത്ത് എന്താ ഉള്ളത്? അമിനോ ആസിഡ്സ് ആണോ? അല്ല, അമിനോ ആസിഡ്സ് എന്തിലാണുള്ളത്? പ്രോട്ടീൻസിൽ. ന്യൂക്ലിയോടൈഡ്സ് ആണ് DNAനകത്തുള്ളത്. ഫാറ്റി ആസിഡ്സ് നമ്മുടെ ലിപ്പിഡ്സിനകത്തും മോണോസാക്കറൈഡ്സ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനകത്തുമാണ് വരുന്നത്. വിച്ച് നൈട്രോജനസ് ബേസ് ഈസ് ഫൗണ്ട് ഇൻ RNA ബട്ട് നോട്ട് ഇൻ DNA? അപ്പോൾ ATGC ആണ് DNAയിൽ വരുന്നുള്ളത്. ഫൗണ്ട് ഇൻ RNA ബട്ട് നോട്ട് ഇൻ DNA. അപ്പോൾ ടീക്ക് പകരം നമ്മുടെ RNAയിൽ യുറാസിലാണ് വരിക. അതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ ഏതാണ്? യുറാസിലാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ. നമുക്കറിയാം, കാരണം എന്താണ്? ATGCയും AUGC ആണെന്ന് നമുക്കറിയാം. ആ ക്വസ്റ്റ്യനിൽ നോട്ട് ഇൻ RNA, അതുപോലെ തന്നെ ഓൺലി ഇൻ RNA, അതുപോലെ തന്നെ ഓൺലി ഇൻ DNA എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. എക്സാം ടൈമിൽ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ. ഹോർമോൺസ് ആൻഡ് ന്യൂട്രിയൻറ്റ് ഇൻ്റർ റിലേഷൻസ്. ഹോർമോൺസും അതുപോലെ തന്നെ ന്യൂട്രിയൻറ്റും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻസുലിൻ റെഗുലേറ്റ്സ്. ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? എവിടുന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതിൻ്റെ ഫങ്ഷൻസൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇൻസുലിൻ എന്താ റെഗുലേറ്റ് ചെയ്യുന്നുള്ളത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് അല്ലേ? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്. അപ്പോൾ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, റാൻഡം ബ്ലഡ് ഷുഗർ നോക്കണം, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ നോക്കണം. അങ്ങനെ ഓരോ ഏതൊക്കെ സാമ്പിളാണ് നമ്മൾ ബ്ലഡ് ഷുഗറിന് വേണ്ടി എടുക്കുന്നുള്ളത് അതിൻ്റെ ഒക്കെ നോർമൽ ലെവൽ നോക്കി വെക്കണം. വിച്ച് ഹോർമോൺ ഈസ് ഇൻവോൾവ് ഇൻ കാൽഷ്യം മെറ്റബോളിസം? കാൽഷ്യം മെറ്റബോളിസത്തിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനിലെല്ലാം നമുക്കറിയാം, ഗ്ലൂക്കഗോണും അല്ല. പിന്നെ പാരാതൈറോയിഡ് ഹോർമോണാണോ തൈറോക്സിനാണോ? പാരാതൈറോയിഡ് ഹോർമോണാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ പാർട്ട് ഓഫ് എൻസൈം വേർ ദ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ഈസ് കോൾഡ്. നമ്മൾ പറഞ്ഞ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ബൈൻഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നുള്ളത്. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ എൻസൈം എന്താണ്? സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ എൻസൈമിൻ്റെ ഏത് പാർട്ടിലാണ് ഈ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നുള്ളത്? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ആക്റ്റീവ് സൈറ്റ് എന്ന് പറയാം. ബൈൻഡിങ് സൈറ്റ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതല്ല. എന്താണ്? ആക്റ്റീവ് സൈറ്റാണ് കറക്റ്റ്. പിന്നെ അലോസ്റ്ററിക് സൈറ്റ് എന്താണ്? ഇൻഹിബിറ്ററി സൈറ്റ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. നെക്സ്റ്റ്, എൻസൈം സ്പെസിഫിസിറ്റി ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ഇൻ വിച്ച് മോഡൽ? അപ്പോൾ ഇവിടെ നമ്മൾ എൻസൈം സ്പെസിഫിസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലും അതുപോലെ തന്നെ ലോക്ക് ആൻഡ് കീ മോഡലുമാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് അല്ലേ? അതിനകത്ത് എൻസൈം സ്പെസിഫിസിറ്റി കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോക്ക് ആൻഡ് കീ മോഡലിനകത്താണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മോഡലിൻ്റെ മറ്റ് നെയിംസ് ഉണ്ടല്ലോ, ഈസ് ഓൾസോ നോൺ ആസ്, അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണേ. എൻസൈംസ് ആർ പ്രൈമർലി കമ്പോസ്ഡ് ഓഫ്. എൻസൈംസ് എന്താണ്? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ക്യാൻ ഡീനേച്ചർ ആൻ എൻസൈം? ഒരു എൻസൈമിന് ഡീനേച്ചർ ചെയ്യാൻ പറ്റുന്നുള്ള ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് നമുക്ക് ഡീനേച്ചർ ചെയ്യാൻ പറ്റും. ഹൈ pH വെച്ച് നമുക്ക് എക്സ്ട്രീം pH വെച്ച് നമുക്ക് ഡീനേച്ചർ ചെയ്യാം. പിന്നെ ഹെവി മെറ്റൽ അയോൺസും വെച്ച് ഡീനേച്ചർ ചെയ്യാം. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ്. ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ പഠിച്ചു. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഇതൊക്കെ പഠിച്ചു. ഇതിനകത്ത് DNA റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻസൈമാണ് DNA പോളിമറേസ്. ആരാണ്? DNA പോളിമറേസ്. RNA പോളിമറേസ് കൂടി അവിടെ ഉണ്ട്, പക്ഷെ ആരാണ്? DNA പോളിമറേസ് ആണ് അവിടെ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ലിഗേസിൻ്റെ ആക്ഷനും ഹെലിക്കേസിൻ്റെ ആക്ഷനും ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ലിഗേസിൻ്റെ മറ്റു നെയിമും ഹെലിക്കേസിൻ്റെ മറ്റുള്ള നെയിംസും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ന്യൂക്ലിക് ആസിഡ്സ്. RNA differs from DNA in that RNA contains. RNA അതിനകത്ത് എന്തുണ്ട്? റൈബോസ് ഷുഗർ ഉണ്ട് അല്ലേ? നമ്മളിവിടെ പറഞ്ഞു ഡിയോക്സി റൈബോസ് ഷുഗർ, റൈബോസ് ഷുഗർ. ഡിയോക്സി റൈബോസ് ഷുഗർ DNA-നകത്തും റൈബോസ് ഷുഗർ RNA-നകത്തുമാണുള്ളത്. പിന്നെ തൈമിൻ അതിനകത്തുള്ള DNA-നകത്ത്. RNA-നകത്ത് തൈമിൻ വരുന്നുണ്ടോ? ഇല്ല. പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ, അതും ഒരു ഡിഫറൻസ് ആണ്, പക്ഷെ അത് എവിടെയുള്ള? DNA-നകത്ത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദാറ്റ് RNA കണ്ടെയ്ൻസ്. RNA-യിൽ എന്താ കണ്ടെയ്ൻ ചെയ്യുന്നത്? റൈബോസ് ഷുഗർ. ദ ഫംഗ്ഷൻ ഓഫ് mRNA. mRNA എന്ന് വെച്ചാൽ എന്താണ്? മെസ്സഞ്ചർ RNA എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത് അല്ലേ? അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ക്യാരി അമിനോ ആസിഡ്
ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, ഫോം റൈബോസോംസ്, സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ആണ് അല്ലേ. ട്രാൻസ്ലേഷനകത്ത് നമ്മൾ പഠിച്ചു mRNA ആണ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്, tRNA ആണ് അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നുള്ളത് അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്യൂരിൻ ബേസ്? അപ്പോൾ നമുക്ക് നൈട്രജൻ ബേസ് മെയിനായിട്ട് പിരിമിഡിനും പ്യൂരിനും ആണുള്ളത്. പ്യൂരിൻ്റെ കേസിൽ അഡനിനും ഗ്വാനിനും ആണുള്ളത്. ഓക്കെ, അഡനിനും ഗ്വാനിനും. പിരിമിഡിനാണ് മറ്റുള്ളവ. ഇതിനകത്ത് അഡനിൻ എപ്പോഴും ബൈൻഡ് ചെയ്യുന്ന ആരുമായിട്ടാണ്? പ്യൂരിൻസ് എപ്പോഴും ബൈൻഡ് ചെയ്യുക പിരിമിഡിൻസുമായിട്ടാണ്. അപ്പോൾ ഇവിടെ അഡനിനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എ മ്യൂട്ടേഷൻ ഇൻ DNA ക്യാൻ റിസൾട്ട് ഇൻ. ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവുക, അങ്ങനെ മ്യൂട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസർ കോസ് ചെയ്യാം, അതുപോലെ തന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം ഇല്ലേ. നമ്മൾ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, സിക്കിൾ സെൽ അനീമിയ അതിനകത്ത് തന്നെയാണോ? പിന്നെ ഏതാണ്? അതുപോലുള്ള ഡിഫറെൻറ്റ് സിൻഡ്രോംസ് ഇല്ലേ. അപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ പ്രോട്ടീൻ മാൽ ഫങ്ഷൻ ഉണ്ടാക്കാം. ഇതൊക്കെ DNA മ്യൂട്ടേഷൻ കാരണം സംഭവിക്കുന്നതാണ്. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ അൺബൈൻഡിങ് DNA ഹെലിക്സ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ? അപ്പോൾ നമ്മളിപ്പോൾ DNA പോളിമറേസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹെലിക്കേസിൻ്റെ ലിഗേസിൻ്റെ ആക്ഷൻ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഹെലിക്കേസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാവും. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNAൻ്റെ അൺബൈൻഡിങ്, അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് മാറിയാൽ മാത്രമേ അവിടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അൺബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈമാണ് ഹെലിക്കേസ്. ഓക്കെ. വിച്ച് ഹോർമോൺ റെഗുലേറ്റ്സ് കാൽഷ്യം ലെവൽസ് ഇൻ ദ ബ്ലഡ്? നമ്മൾ പഠിച്ചു. ഗ്രോത്ത് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ. ഗ്രോത്ത് ഹോർമോൺ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഗ്രോത്ത് ഹോർമോൺ. ഇത് ഓവറായിട്ട് വന്നാലുള്ള പ്രശ്നം എന്താണ്, കുറവായിട്ട് വന്നാലുള്ള പ്രശ്നം എന്താണെന്നൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺ ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. വിച്ച് ഹോർമോൺ ലോവേഴ്സ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? ഇവിടെ ആരാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ? ഗ്ലൂക്കോഗോണും ഉണ്ട്, ഇൻസുലിനും ഉണ്ട്. അതിനകത്ത് ഇൻസുലിനാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഈസ്ട്രജൻ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഓർഗൻ? ഈസ്ട്രജൻ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവറീസിനകത്താണ് അല്ലേ. ഇത് മെയിനായിട്ട് ഫീമെയിലിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഹോർമോണാണ്. അതെവിടെയാണ്? ഓവറീസിനകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ലാക്ടേറ്റിംഗ് വിമൻ. ലാക്ടേറ്റിംഗ് വിമൻ്റെ കേസിൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പ്രൊലാക്റ്റിൻ. ഓക്കെ, പ്രൊലാക്റ്റിൻ ആണ് ലാക്ടേറ്റിംഗ് വിമൻ്റെ കേസിൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ. വിച്ച് മാക്രോന്യൂട്രിയൻ പ്രൊവൈഡ്സ് ദ മോസ്റ്റ് എനർജി പെർ ഗ്രാം? അപ്പോൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുത്താൽ എത്ര കിലോ കലോറി കിട്ടും? 1 ഗ്രാം പ്രോട്ടീൻ എടുത്താൽ എത്ര കിലോ കലോറി കിട്ടും? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കിലോ കലോറി കിട്ടുന്നത് ലിപ്പിഡ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി പെർ ഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ലിപ്പിഡ്സ് ആണ്. എ ഡയറ്റ് ലാക്കിംഗ് ഇൻ വിച്ച് ന്യൂട്രിയൻ ക്യാൻ ലീഡ് ടു മസിൽ ലോസ്? സാധാരണ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ന്യൂട്രിയൻ്റ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻസ് ആണ്. അപ്പോൾ അവിടെ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ സംഭവിക്കും, മസിൽ ലോസ് ഉണ്ടാവും. എക്സസ് ഇൻടേക്ക് ഓഫ് വിച്ച് മാക്രോന്യൂട്രിയൻ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി സ്റ്റോർഡ് ആസ് ബോഡി ഫാറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കുന്നുള്ള ഒരു ന്യൂട്രിയൻ്റ് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ബോഡി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. ഏതായിരിക്കും? ലിപ്പിഡായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് എ മൈക്രോ ന്യൂട്രിയൻറ്റ്? നമ്മുടെ മെയിനായിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്. ഇതാണ് മെയിനായിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ്. ബാക്കിയുടെ നമ്മുടെ വിറ്റാമിൻസും മിനറൽസൊക്കെ എന്താണ്? മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഡയറ്ററി ഫൈബർ. ഡയറ്ററി ഫൈബർ അല്ലെങ്കിൽ റഫീജ് എന്നൊക്കെ പറയുന്നത് മെയിനായിട്ട് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡ് എനർജി, ബിൽഡ് മസിൽസ്, ഇംപ്രൂവ് ഡൈജഷൻ, ഇൻക്രീസ് കൊളസ്ട്രോൾ ലെവൽസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, പക്ഷെ അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ. പക്ഷെ അവരെന്താ അതിന് പകരം ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വിച്ച് ഓർഗൻ ഈസ് ദ പ്രൈമറി സൈറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ലിവറാണ്. ഓക്കെ, ലിവറാണ്. ഓക്കെ, ബ്രെയിൻ എന്തായാലും വരില്ല, കിഡ്നി എന്തായാലും വരില്ല, പിന്നെ ലിവർ സ്റ്റൊമക്കുമാണ്, അതിനകത്ത് ലിവറാണ്. ഡൈജഷൻ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ. ലിപ്പിഡ്സ് ആർ മെയിൻലി മെറ്റബോളൈസ്ഡ് ഇൻ ദ ലിപ്പിഡ്സ് എവിടെയാണ് മെയിനായിട്ട് മെറ്റബോളൈസ് ചെയ്യുന്നത്? ലിവറിൽ തന്നെയാണ്. കാർബോഹൈഡ്രേറ്റും ലിവറാണ്, ലിപ്പിഡ്സും ലിവറാണ്. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പ്രൊഡ്യൂസ് എനർജി. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ലിപ്പോജനസിസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോട്ടിയോലൈസിസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. എന്നാൽ പുതിയൊരു വേർഡാണ് ഗ്ലൂക്കോനിയോജനസിസ്.
അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് പറയണം. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ. ഓക്കെ, അത് അങ്ങനെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ബയോകെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക് ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഗ്ലൂക്കോനിയോജെനസിസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. യൂറിയ ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് വിച്ച് മെറ്റബോളിക് പ്രോസസ്? യൂറിയ ഏതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്? പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. വിച്ച് മെറ്റബോളിക് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇന്നബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ഫീനൈൽ അലനിൻ? അല്ലെ, ഫീനൈൽ അലനിൻ എന്ന് പറയുന്ന എസെൻഷ്യൽ അമിനോ ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്, ഇന്നബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ഫീനൈൽ അലനിൻ. അതിനെയാണ് നമ്മൾ ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയാം. അതുപോലെ തന്നെ ആൽക്കപ്റ്റോന്യൂറിയ കൂടി എന്താണെന്ന് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഫീനൈൽ കീറ്റോന്യൂറിയ നമ്മൾ പഠിച്ചു, അതിൻ്റെ കൂടെ തന്നെ ആൽക്കപ്റ്റോന്യൂറിയ എന്താണെന്ന് കൂടി ഒന്ന് നിങ്ങൾ റെഫർ ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.